لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم صدق الله العظيم. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് അവൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഈ വെള്ളിയാഴ്ചയിൽ അള്ളാഹുവിൻ്റെ പള്ളിയിൽ നമുക്കെല്ലാം ഒരുമിച്ചിരിക്കാൻ തൗഫീഖ് നൽകിയതുപോലെ അള്ളാഹുവിൻ്റെ ജന്നാത്തുൽ നഈമിൽ നമ്മെല്ലാം ഒരുമിപ്പിക്കുമാറാവട്ടെ. മനുഷ്യ സഹജമായി നമ്മിലേക്ക് വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് നമുക്കെല്ലാം മാപ്പാക്കി തരട്ടെ. ജീവിതാവസാനം വരെ പരിശുദ്ധമായ ദീനനുസരിച്ച് ജീവിച്ച് പരിശുദ്ധമായ കലിമത്തു ത്വയ്യിബ ചൊല്ലി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ലോകത്തോട് വിട പറയാൻ അള്ളാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ എല്ലാ മുൻഗാമികൾക്കും എല്ലാ പ്രിയപ്പെട്ടവർക്കും പടച്ചവൻ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കട്ടെ. സഹോദരങ്ങളെ, ഞാൻ ഓതി വെച്ച ആയത്ത് നമുക്ക് വളരെ സുപരിചിതമായ ഒരു ആയത്താണ്. സൂറത്ത് തൗബയിലെ അവസാനത്തെ ആയത്തിന് തൊട്ടു മുമ്പുള്ള ആയത്ത്. അള്ളാഹുവിന്റെ ഹബീബ്, ലോകത്തിന്റെ നായകൻ, വിശ്വത്തിന്റെ വസന്തം മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങളുടെ വരവറിയിച്ചുകൊണ്ട് അള്ളാഹു ഖുർആനിൽ പറഞ്ഞതാ. പരിശുദ്ധ ഖുർആനിന്റെ അങ്ങോളം ഇങ്ങോളം തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് പ്രകീർത്തനങ്ങളുണ്ട്. തങ്ങളുടെ സ്വഭാവത്തെക്കുറിച്ചുണ്ട്, തങ്ങളുടെ പെരുമാറ്റത്തെക്കുറിച്ചുണ്ട്, തങ്ങളുടെ ജീവിതത്തിന്റെ വിവിധ അവസ്ഥകളെ കുറിച്ച് ഖുർആൻ മനോഹരമായി പ്രകീർത്തിക്കുന്നുണ്ട്. അങ്ങനെയുള്ള ആയത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആയത്താണ് ഇത്. അതുകൊണ്ടാണ് നമ്മൾ മൗലിദ് പാരായണം ചെയ്യുമ്പോൾ ആദ്യം തന്നെ ഈ ആയത്ത് ഓതാറുള്ളത്, ലഖദ് ജാഅക്കും റസൂലും മിൻ അൻഫുസിക്കും എന്നുള്ളത്. റബീഉൽ അവ്വൽ മാസം, തിരുവസന്തത്തിന്റെ മാസം, സത്യവിശ്വാസികളൊക്കെയും പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അധികമായി ഓർമ്മിക്കുകയും അവിടുത്തെ മദ്ഹ് പറയുകയൊക്കെ ചെയ്യുന്ന മാസമാണ്. അതിനർത്ഥം റബീഉൽ അവ്വലിൽ മാത്രം നബിതങ്ങളെ കുറിച്ച് പറഞ്ഞാൽ മതി എന്നല്ല. റബീഉൽ അവ്വൽ അല്ലാത്ത മാസങ്ങളിൽ നബിതങ്ങളുടെ മദ്ഹ് പറയേണ്ടെന്നോ നബിതങ്ങളെ കുറിച്ച് സംസാരിക്കുന്നുണ്ടോ എന്നുമല്ല. അങ്ങനെ ഒരു സത്യവിശ്വാസിക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹത്തെക്കുറിച്ചും തങ്ങളുടെ പ്രകീർത്തനങ്ങളും റബീഉൽ അവ്വലിൽ മാത്രം ഒതുങ്ങി നിർത്താനും കഴിയില്ല. കാരണം നമ്മളുടെ എല്ലാ ഇബാദത്തുകളിൽ വരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേര് പറയാതെ നമുക്ക് ഇബാദത്തുകൾ പൂർത്തിയാക്കാൻ തന്നെ കഴിയില്ല. പിന്നെ റബീഉൽ അവ്വലിൽ മാത്രം എങ്ങനെ? പക്ഷേ റബീഉൽ അവ്വൽ മാസം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജനനവുമായി ബന്ധപ്പെട്ട മാസം എന്നുള്ള നിലയിൽ തങ്ങളുമായി ബന്ധപ്പെട്ട ഏതിനെ നമ്മൾ ഓർമ്മിക്കുമ്പോഴും ഒരു പ്രവാചക പ്രേമിക്ക് നബിതങ്ങളോടുള്ള പ്രണയം ഹൃദയത്തിലുള്ള ഒരാളിന് കൂടുതൽ നബിതങ്ങളെ ഓർക്കേണ്ടി വരും. ഇപ്പൊ മദീന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ഓർമ്മിക്കുന്ന ഒരാളിന് തന്നെ, നബിതങ്ങളോട് സ്നേഹമുള്ള ഒരാളിന് തന്നെ മദീനയുടെ മണ്ണിലെത്തുമ്പോൾ അവന്റെ വികാരം ഹൃദയത്തിൽ നിന്ന് പൊട്ടും. കണ്ടിട്ടുണ്ട് എത്രയോ പ്രവാചക പ്രേമികൾ തിരുമുസ്തഫ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയിൽ എത്തുമ്പോൾ അവർക്ക് താങ്ങാൻ കഴിയാത്ത വിധം, നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം പൊട്ടിക്കരയുന്നത്. സ്വർഗത്തിന്റെ റൗള, സ്വർഗത്തിലെ പൂന്തോപ്പിനെ ഓർമ്മിപ്പിക്കുന്ന ദുനിയാവിലെ ഒരു പൂന്തോപ്പ്, അത് മാ ബൈന ബൈതി വ മിംബരി റൗളത്തും മിൻ റിയാദിൽ ജന്ന എന്നല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. ആ റൗളയുടെ മുറ്റത്ത് നിൽക്കുമ്പോൾ, ആ റൗളയുടെ ചേർന്ന് നിൽക്കുമ്പോൾ നബിതങ്ങൾക്ക് സലാം പറയാനുള്ള ആ ഹോളിലൂടെ നബിതങ്ങളെ കാണാൻ കഴിയാത്ത വിധമാണ് അവിടെ ഉള്ളതെങ്കിലും കാണുന്നത് പോലെ അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് പറയുമ്പോൾ ഒരു സത്യവിശ്വാസിയുടെ ഹൃദയം വിങ്ങിപ്പോകും. അത് അവിടെ മാത്രമല്ല, പക്ഷെ നബിതങ്ങളുടെ മദീനയെ കാണുമ്പോൾ, നബിതങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന റൗള കാണുമ്പോൾ
അവിടുന്ന് അവന്റെ സ്നേഹത്തിന്റെ അതിർവരമ്പുകൾ ഇല്ലാത്ത വിധം, അവന് നിയന്ത്രിക്കാൻ കഴിയാത്ത വിധം ആ ഒരു സ്നേഹപ്രകടനം ഉണ്ടാകും. അത് വേണം. അതുപോലെയാണ് റബീഉൽ അവ്വൽ. സഹബാക്കൾ അങ്ങനെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത്, തങ്ങളുടെ ഹയാത്ത് കാലത്ത് തങ്ങളെ കണ്ടിരുന്നവർ തങ്ങളുടെ വിയോഗത്തിന് ശേഷം നബി തങ്ങളെ ഓർത്താൽ പിന്നെ പൊട്ടിക്കരയാത്ത സഹാബാക്കളില്ലായിരുന്നു. നമ്മളുടെ മാതാപിതാക്കൾ, നമ്മളുടെ പ്രിയപ്പെട്ട ഇണകൾ, നമ്മളുടെ മക്കൾ നമ്മളെ വിട്ടുപിരിയുമ്പോൾ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും ചില സഹോദരങ്ങളെ കണ്ടിട്ടുണ്ട്. നമ്മളെ വെട്ടൂർ വലിയ വെള്ളിയുടെ ചാരത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന പ്രിയപ്പെട്ട ഉമ്മമാരുടെ വാപ്പമാരുടെ അടുക്കൽ മരിച്ചിട്ട് 20-25 വർഷങ്ങളൊക്കെ ആയ മാതാപിതാക്കൾ, പക്ഷെ അവരുടെ മുന്നിൽ ചെന്ന് ഖബറിന്റെ അടുക്കൽ ചെന്ന് ഒരിറ്റ് കണ്ണുനീര് വീഴാതെ തിരിച്ചു വരാത്ത മക്കൾ ഈ നാട്ടിൽ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, എത്രയോ വർഷങ്ങൾക്ക് ശേഷം. എന്നാൽ ആ മാതാപിതാക്കൾ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറടക്കി പിന്നെ 1 വർഷം കഴിഞ്ഞാൽ പിന്നെ അവരെ മറന്നിട്ട് അവരുടെ ഖബർ എവിടെയാണെന്ന് അറിയാത്ത മക്കളും ഉണ്ടാകും, സ്വാഭാവികമാണ്. എന്നാൽ വർഷങ്ങൾ എത്ര കഴിഞ്ഞാലും, പതിറ്റാണ്ടുകൾ എത്ര കഴിഞ്ഞാലും ആ മാതാപിതാക്കളുടെ ഖബറിന്റെ അരികിൽ ചെന്ന് നിൽക്കുമ്പോൾ അവരുടെ ജീവിതത്തിന്റെ പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചിട്ട് ആ ഉമ്മയിൽ നിന്ന് ഉപ്പയിൽ നിന്ന് കിട്ടിയ സ്നേഹത്തിന്റെ വാത്സല്യത്തിന്റെ കഥകൾ ഓർത്തിട്ട് കരയുന്ന മക്കൾ, തേങ്ങിപ്പോകുന്ന മക്കൾ. ഇതുപോലെ അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫയെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യഥാർത്ഥ നിലയിൽ സ്നേഹിച്ച ഒരാളിന് തങ്ങളെ ഓർമ്മിക്കുമ്പോൾ കരയാതിരിക്കാൻ കഴിയില്ല. അങ്ങനെ എത്രയോ സഹാബാക്കൾ ജീവിതത്തിൽ. മഹാനായ സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു നിഗ്രയായ അടിമയായിരുന്ന, ആരും പേര് പോലും പറയാത്ത, ഒരു വസ്തുവല്ലാതിരുന്ന ബിലാലിനെ കഅബ ശരീഫിന്റെ മുകളിൽ കയറ്റി വിളിക്ക് ബിലാലെ ബാങ്കെന്ന് പറഞ്ഞ ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടിമയെ എങ്ങനെ സ്നേഹിക്കണം, അടിമയെ എങ്ങനെ പരിഗണിക്കണം, അടിമയെ എങ്ങനെ പരിപാലിക്കണമെന്ന് പഠിപ്പിച്ചു തന്ന മുഹമ്മദ് റസൂലുള്ളാഹ് ആ തങ്ങളുടെ പേരൊന്ന് പറഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് പൂർത്തിയാക്കാൻ കഴിഞ്ഞിട്ടില്ല സയ്യിദുനാ ബിലാൽ റളിയല്ലാഹു അൻഹു. എന്തുകൊണ്ട്? തങ്ങളോടുള്ള അതിരറ്റ സ്നേഹമാണ്. അല്ലേ? മദീന വിട്ടു പോയി, ചരിത്രം നമുക്കറിയാം, ഞാൻ വിശദീകരിക്കുന്നില്ല. തങ്ങൾ വഫാത്തായി കഴിഞ്ഞ് ഇനി എന്റെ മുത്തില്ലാത്ത നാട്ടിൽ മദീനയിൽ എനിക്ക് നിൽക്കാൻ കഴിയില്ല. എന്റെ ഹബീബ് എന്നോട് കാണിച്ച കാരുണ്യവും വാത്സല്യവും ഇനി എനിക്ക് എവിടെ നിന്ന് കിട്ടാനാ? മദീനയിൽ നിന്നാ എനിക്കിനി ജീവിക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ച് മദീനയോട് കരഞ്ഞുകൊണ്ട് വിട പറഞ്ഞു പോയ ബിലാൽ റളിയല്ലാഹു അൻഹു, ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, കത്തയച്ചു ബിലാലെ, നിങ്ങൾ തിരിച്ച് മദീനയിലേക്ക് വരണം. നിങ്ങളെ കാണുമ്പോൾ ഞങ്ങളുടെ ഹബീബിനെ നമുക്ക് ഓർമ്മ വരും. നിങ്ങളിൽ നിന്ന് ഒരുപാട് ഞങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു കത്തയച്ചിട്ടും ബിലാൽ റളിയല്ലാഹു അൻഹു വരാൻ കഴിഞ്ഞില്ല. അവസാനം ചരിത്രത്തിൽ കാണാം, പരിശുദ്ധ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ബിലാലിനോട് പറയുന്നുണ്ട്, ബിലാലെ, നീ എന്റെ മദീനയിലേക്ക് തിരിച്ചു വരണം. നിന്നെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. നിന്റെ മധുരമാർന്ന ശബ്ദത്തിലുള്ള സംഗീതാത്മകമായ ബാങ്കുലി കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ മദീനയിലുണ്ട്. ബിലാലെ, നീ തിരിച്ചു വരണമെന്ന്. അത് കണ്ടപ്പോൾ പിന്നെ നിബിതങ്ങളുടെ കൽപ്പന ഒന്ന് പിന്നെ വരാതിരിക്കാൻ കഴിയില്ലല്ലോ. അങ്ങനെ വന്നപ്പോഴാണ് ബാങ്ക് വിളിക്കാൻ അപേക്ഷിച്ചത്. അപ്പോഴാണ് ബാങ്കുലി കേട്ടത്. പക്ഷേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് കഴിഞ്ഞ് അഷ്ഹദു അന്ന മുഹമ്മദ പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. ബോധരഹിതനായി വീണുപോയി സയ്യിദുനാ ബിലാൽ. എന്തുകൊണ്ടാണ് പ്രിയമുള്ളവരെ? എന്തുകൊണ്ടാ? അവിടെ സ്നേഹമാണ്. അവിടെ അതാണ് സ്നേഹം. എന്തുകൊണ്ട് നമുക്ക് മുത്തുനബിയുടെ പേര് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ അവിടത്തെ അവദാനങ്ങൾ കേൾക്കുമ്പോഴോ പ്രകീർത്തനങ്ങൾ കേൾക്കുമ്പോഴോ മനസ്സിൽ ഒരു മാറ്റം വരുന്നില്ലെങ്കിൽ പേടിക്കണം, ആശങ്കപ്പെടണം. നമുക്ക് ഹബീബിനോടുള്ള സ്നേഹം വാക്കുകളിൽ മാത്രമാണ്. അല്ലാഹു കാത്തിരക്ഷിക്കട്ടെ. ഉണ്ടാകണം യഥാർത്ഥ സ്നേഹം. സത്യവിശ്വാസിക്ക് മുത്തുനബിയോടുണ്ടാകണം. അത് ഈമാനിന്റെ ഭാഗമാണ്. അത് റബീഉൽ അവ്വലിൽ മാത്രമല്ല, ജീവിതത്തിന്റെ ഏത് നിമിഷങ്ങളിലും നമ്മളുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ മുത്തുനബിയോടുള്ള പ്രണയം നമുക്ക് നിറഞ്ഞു നിൽക്കണം. അത് നമ്മളുടെ സ്വന്തം ശരീരത്തിനേക്കാൾ ഉണ്ടാകണം. അത് തീർച്ചയാണ്. അതേ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു പൊട്ടിക്കരിഞ്ഞു പോയ സന്ദർഭമുണ്ട്. വലിയ ധീരനായ
വലിയ യോദ്ധാവായ വലിയ പ്രഗത്ഭനായ ഭരണാധികാരിയായ ഫാറൂഖ് റളിയല്ലാഹു അൻഹു, ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു രാത്രി ഇങ്ങനെ മദീനയുടെ പ്രാന്തപ്രദേശത്തിലൂടെ നടക്കുകയാണ്. ആ സമയത്ത് ഒരു കുടിലിൽ നിന്നൊരു വൃദ്ധയുടെ പാട്ട്. എന്തിനെ കുറിച്ചാ പാടുന്നത്? ആ ഉമ്മ പാടുന്നത് എന്തിനെ കുറിച്ചാണ്? അലാ മുഹമ്മദിൻ സ്വലാത്തുൽ അബ്റാരി സല്ലാ അലൈഹി ത്വയ്യിബൂനൽ ഖിയാറു. എന്റെ പ്രേമഭാജനമായ മുഹമ്മദ് നബിയുടെ മേൽ നല്ലവരുടെ സ്വലാത്തുകളെല്ലാം ആ മദീനയിലെ റൗദയിലേക്ക് എത്തട്ടെ. ആ ഹബീബിന്റെ മേൽ എല്ലാ നല്ലവരും സ്വലാത്ത് ചൊല്ലിക്കൊണ്ടിരിക്കും. എന്റെ സ്വലാത്തും ഹബീബിന്റെ റൗദയിലേക്ക് എത്തട്ടെ. ഉമ്മയുടെ പാട്ടാണ്. ഒരു കുടിലിന്റെ ഉള്ളിൽ നിന്ന് ചെറിയൊരു വിളക്കിന്റെ വെട്ടമുണ്ട്. ആ വെട്ടത്തിൽ ഇരുന്നു കൊണ്ട് ഉമ്മയുടെ പാട്ടാണ്. ഈ രാത്രി മദീന എന്നല്ല, ലോകം മുഴുവനും ശാന്തമാണ്. എല്ലാവരും അഗാധമായ നിദ്രയിലാണ്. പക്ഷേ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. തിരുനബിയോടുള്ള പ്രേമം, അവിടത്തോടുള്ള പ്രണയം എന്റെ ഉറക്കത്തെ കളഞ്ഞിരിക്കുന്നു. ഏ മരണമേ, ഞാൻ കാത്തിരിക്കുന്ന മരണമേ, എന്നാണ് നിന്റെ ജാലകം തുറന്നുകൊണ്ട് നീ എന്റെ അരികിലേക്ക് എത്തുക? ഞാൻ നിന്നെ കാത്തിരിക്കുകയാണ്. എന്തിനാണ് മരണത്തെ കാത്തിരിക്കുന്നത്? ഞാൻ മരണത്തെ പ്രതീക്ഷിക്കുന്നത് എന്തിനാണ്? ആ മരണം വന്നിരിക്കണഞ്ഞാൽ എന്റെ ഹബീബ് പോയ പരിശുദ്ധമായ സ്വർഗത്തിലേക്ക് എനിക്ക് എത്താൻ ആഗ്രഹമുണ്ട്. അതിന് ഞാൻ മരിച്ചാലല്ലേ പറ്റൂ. ഈ ദുനിയാവിൽ എനിക്ക് എന്റെ ഹബീബിനെ കാണാൻ കഴിയില്ലല്ലോ. എന്റെ പ്രേമവാദനത്തിന് ചേർന്നിരിക്കാൻ എനിക്ക് ദുനിയാവിൽ കഴിയില്ലല്ലോ. അതുകൊണ്ട് മരണമേ, നീ എപ്പോഴാണ് വരിക? പാതിരാത്രി ഉറക്കമെഴിച്ചിരുന്നു കൊണ്ടൊരു ഉമ്മയുടെ പാട്ടാണ്. ഹൽ തജ്മഅന്നീ വാ ഹബീബി ദാറ. അങ്ങനെ മരിച്ചിരുന്നെങ്കിൽ എന്റെയും എന്റെ ഹബീബിന്റെയും ഇടയിൽ ആ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ കഴിയുമായിരുന്നല്ലോ. എന്നെ അങ്ങനെ അള്ളാഹു ആ സ്വർഗത്തിൽ എന്റെ ഹബീബിനോടൊപ്പം ഒരുമിച്ച് കൂട്ടുമോ? ഈ പ്രാർത്ഥന, ഈ കവിത കേട്ടുകൊണ്ട് രാത്രി ഇങ്ങനെ നടന്നുപോയ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നിശ്ചലമായി അവിടെ ഇരിക്കുകയാണ്. ഇരുന്നങ്ങ് കരയാൻ തുടങ്ങി. ആരുടെ മുമ്പിലും കരയുന്നയാളല്ല ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഉക്കാലായ ചന്തയെ കിടുകിടാ വിറപ്പിച്ച യോദ്ധാവാണ്, ധീരനാണ് ഉമർ അൽ ഫാറൂഖ്. പക്ഷേ ഉമർ പോലും ഇരുന്ന് കരഞ്ഞു പോയി. ഏത് സമയത്ത്? മുത്തുനബിയെ കുറിച്ചുള്ള മദ്ഹ് കേട്ടപ്പോൾ, ഹബീബിന്റെ ഓർമ്മ വന്നപ്പോൾ ആ വീട്ടിലേക്ക് കയറി ചെന്ന് വാതിൽ മുട്ടി. അവർ വാതിൽ തുറക്കുന്നു. ചോദിച്ചു, ആരാണ്? ഞാൻ ഉമറാണ്. എന്താണ് ഈ രാത്രി ഉമറിന് എവിടെ കാര്യം? എന്റെ പ്രിയ സഹോദരി, ക്ഷമിക്കണേ. എന്റെ ഹബീബിന്റെ പ്രകീർത്തനം കേട്ടപ്പോൾ, എന്റെ ഹബീബിനെ കുറിച്ച് നിങ്ങൾ പാടിയപ്പോൾ എനിക്ക് സ്ഥലകാല ബോധമില്ലാതെ വന്നുപോയി. അങ്ങനെ ഞാൻ വന്നുപോയതാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഉമ്മാ, നിങ്ങൾ നിങ്ങളുടെ ഹബീബിനോടൊപ്പം ചേർക്കണേ എന്ന് ദുആ ചെയ്തല്ലോ, പ്രാർത്ഥിച്ചല്ലോ. അതിനുവേണ്ടി നിങ്ങൾ മരണത്തെ കാത്തിരിക്കുന്നുണ്ടല്ലോ. ഈ ഉമറിനെയും കൂടി നിങ്ങളുടെ പ്രാർത്ഥനയിൽ ചേർക്കുമോ ഉമ്മാ? നിങ്ങൾ ഹബീബിനെ കാണാൻ, മുത്തനബിയെ കാണാൻ കാത്തിരുന്നിട്ട് സ്വർഗത്തിൽ ഹബീബിന്റെ ചാരത്തെനിക്ക് ഇടം തരണേ എന്ന് റബ്ബിനോട് ദുആ ചെയ്യുമ്പോൾ ആ കൂട്ടത്തിൽ ഈ ഉമറിനെയും കൂടി ചേർക്കുമോ ഉമ്മാ? സുബ്ഹാനല്ലാഹ്. ആലോചിച്ചു നോക്കി പ്രിയമുള്ളവരെ, ഇതാണ് സ്നേഹം. ഇങ്ങനെ പറഞ്ഞാൽ സഹാബാക്കളുടെ ഇടയിൽ നിന്ന് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ ഹൃദയം കൊണ്ട് സ്നേഹിച്ചവരാരോ അവരൊക്കെയും നബി തങ്ങളോടുള്ള ആത്മാർത്ഥ സ്നേഹവും പ്രണയവും പ്രകടിപ്പിച്ചുകൊണ്ട് കരഞ്ഞവരാണ്. അത് ഹൃദയം കൊണ്ട് സ്നേഹിച്ചത് കൊണ്ടാണ്. വാക്കുകൾക്കപ്പുറം, പ്രകടന പരതയ്ക്കപ്പുറം ഹൃദയം കൊണ്ട് സ്നേഹിക്കണോ. അതിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. എന്തുകൊണ്ട്? അങ്ങനെ നമുക്ക് ലോകത്തൊരാളെ സ്നേഹിക്കണമെങ്കിൽ ആ സ്നേഹിക്കാനുള്ള എല്ലാ ഘടകങ്ങളും ഒത്തുചേർന്ന ഒരാള് ലോകത്തുണ്ടെങ്കിൽ അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മാത്രമാണ്. ലോകത്ത് നമുക്ക് സ്നേഹിക്കാൻ യഥാർത്ഥത്തിൽ യോഗ്യതയുണ്ടെങ്കിൽ അത് ഏത് നിലയിലും ഒരു യോഗ്യത സമ്പൂർണമായത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. സൃഷ്ടിപ്പിലും സ്വഭാവ മഹിമയിൽ മാത്രമല്ല,
അവിടുത്തെ പെരുമാറ്റത്തിൽ മാത്രമല്ല, ഒരു മനുഷ്യൻ സ്നേഹിക്കാൻ പല ഘടകങ്ങളുണ്ടെങ്കിൽ സൗന്ദര്യത്തെ ഇഷ്ടപ്പെടാത്ത മനുഷ്യനില്ല ലോകത്ത്. നമുക്കൊക്കെയും സൗന്ദര്യം എല്ലാവർക്കും ഇഷ്ടമാണ്, ഭംഗി എല്ലാവരും ആസ്വദിക്കും. എന്നാൽ ലോകത്ത് ഏറ്റവും സൗന്ദര്യമുള്ള സൃഷ്ടിപ്പ് അത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ലോകത്തെ ഏറ്റവും നല്ലവർ പ്രവാചകന്മാർ, ഏറ്റവും മാതൃകാ പുരുഷന്മാർ, അല്ലാഹു തആല ന്യൂനതകളിൽ നിന്ന് ഒഴിവാക്കി സൃഷ്ടിച്ചത് പ്രവാചകന്മാരെയാണ്. ആ പ്രവാചകന്മാരിൽ ഒന്നാം സ്ഥാനത്തുള്ള അവിടുത്തെ ഏറ്റവും സൗന്ദര്യത്തെളിവ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. തങ്ങളുടെ പേര് ഞാൻ ആവർത്തിച്ചു പറയുന്നത് തങ്ങളോടുള്ള മഹബ്ബത്ത് കൊണ്ട് നമ്മളുടെ സ്വലാത്തിനും ഭംഗിയുണ്ടാകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മുഹമ്മദ് പറഞ്ഞയച്ചിട്ടുണ്ട്, നിന്റെ അടുക്കൽ നിന്റെ വീട്ടിലേക്ക് വരാൻ എനിക്ക് എന്തെങ്കിലും തരണമെന്ന്. ഒരാൾ വന്നിട്ട് ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതാണ്, ഞാൻ മദീന പള്ളിയിൽ ചെന്നു, ഞാൻ ദരിദ്രനാണ്, പാവപ്പെട്ടവനാ. അപ്പോൾ മുഹമ്മദിന്റെ അടുക്കൽ ഒന്നുമില്ല, അവിശ്വാസിയാണ്, മുസ്ലിം അല്ല. അപ്പോൾ മുഹമ്മദ് എന്നെ നിന്റെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു വീട്ടിലേക്ക്, അതുകൊണ്ട് എന്തെങ്കിലും തരണം. ഒരു കെട്ട് പണമെടുത്ത് കൊടുത്തിട്ട് പറഞ്ഞു, ഒന്നും കൂടി ആ പേര് പറയുമോ, ഞാൻ നിനക്ക് വീണ്ടും ദിർഹം തരാം. അതെ, എന്നെ പറഞ്ഞതയച്ചത് മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. വീട്ടിന്റെ അകത്തേക്ക് കയറിപ്പോയി ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ വീണ്ടും പണം എടുത്തുകൊണ്ട് കയ്യിൽ കൊടുത്തു. ഇനിയും നീ പറയുമോ, ഇനിയും ഞാൻ തരാം. കാരണം എനിക്ക് എന്റെ ഹബീബിന്റെ പേര് കേൾക്കാൻ എനിക്ക് അത്രയും ഇഷ്ടമാണ്. മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സഹാബത്ത് സ്നേഹിച്ചത് എങ്ങനെയാണ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു സ്നേഹിച്ചത് എങ്ങനെയാണ്. അതുകൊണ്ട് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് തിരുനബിയെ കുറിച്ച് എവിടെ കേട്ടാലും മടി വരരുത്, അലസര വരരുത്. നമ്മൾ സ്വലാത്ത് ഉറക്കെ ചൊല്ലണം, മുഹമ്മദ് മുസ്തഫ. അതിനെങ്കിലും നമുക്ക് കഴിയണ്ടേ പ്രിയമുള്ളവരെ? ഹബീബിന് വേണ്ടി ജീവിതം കൊടുത്തവരുണ്ട്, ഹബീബിന് വേണ്ടി ജീവൻ കൊടുത്തവരുണ്ട്, ഹബീബിന് വേണ്ടി സമ്പത്ത് കൊടുത്തവരുണ്ട്, ഹബീബിന് വേണ്ടി സമയം കൊടുത്തവരുണ്ട്. എനിക്കും നിങ്ങൾക്കും എന്ത് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഒരു സ്വലാത്തെങ്കിലോ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. ഇതിലാർക്കും സംശയമില്ലല്ലോ, ഇത് ഖുർആനല്ലേ? ഇത് ദഈഫാണെന്നോ ഇതിലെ അർത്ഥമില്ലെന്നോ ഇത് വെറുതെയാണെന്നോ ഒരു മുഅ്മിനിന് പറയാൻ കഴിയില്ലല്ലോ. ഓരോ വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കുന്നതല്ലേ, അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞതല്ലേ, ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബിയ്യ്. പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസമാണ്. എന്തിനാണ് മൗലിദ് എന്ന് ചോദിച്ചാൽ ഹബീബിന്റെ മേലുള്ള സ്വലാത്തുകൾ അധികരിപ്പിക്കാനാണ്. എന്തിനാണ് മദ്ഹിന്റെ സദസ്സ് എന്ന് ചോദിച്ചാൽ ഹബീബിനോടുള്ള സ്വലാത്ത് അധികരിപ്പിക്കാനാണ്. നാളെ മഹ്ശറയിൽ നിൽക്കുമ്പോൾ എല്ലാവരും ദാഹിച്ചു വലയുമ്പോൾ എന്റെ ഹൗദുൽ കൗസർ പ്രതീക്ഷിച്ചുകൊണ്ട് എന്റെ ഹൗദുൽ കൗസറിൽ നിന്ന് കുടിക്കാൻ കടന്നു വരുമ്പോൾ എന്നിലേക്ക് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവർ അക്സറുഹും അലയ്യ സ്വലാ, എന്റെ മേൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലിയവരായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹീഹായ ഹദീസല്ലേ, ബുഖാരി റിപ്പോർട്ട് ചെയ്ത ഹദീസല്ലേ. അതുകൊണ്ട് സ്വലാത്ത് അത് മധുരമായി ചൊല്ലണം, ആവേശത്തോടെ ചൊല്ലണോ. അത് നമ്മളുടെ ഈമാനിന്റെ ഭാഗമാണ്, ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഹബീബിനെ സൗന്ദര്യത്തിന്റെ പേരിൽ സ്നേഹിച്ചാൽ ഏറ്റവും സൗന്ദര്യത്തിന്റെ മഹിമയും സൗന്ദര്യത്തിന്റെ എല്ലാ പ്രതീകവും ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. ഒരുപാട് പറയാനുണ്ട് ഹബീബിന്റെ സൗന്ദര്യത്തെ കുറിച്ച്. കവികൾ പറഞ്ഞു എത്ര മനോഹരമായി പറഞ്ഞിട്ടുണ്ട്. നിബിതങ്ങളുടെ കാലഘട്ടത്തിൽ നിബിതങ്ങളുടെ മുഖത്ത് നോക്കി ഒരു കവി പാടിയിട്ടുണ്ടല്ലോ, ഹസ്സാൻ ബിൻ സാബിത്ത്. ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ സഹിഹായി കാണാം, അഹ്സന മിൻക ലം തറ ഖത്തു ഐനി വഅജ്മല മിൻക ലം തലിദിൻ നിസാഉ خلقت مبرأ من كل عيب كأنك خلقت كما تشاء. കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞ മദീന പള്ളിയിലെ മിമ്പർ വെച്ചിട്ട് നബി തങ്ങളെ കുറിച്ച് മദ്ഹ് പറഞ്ഞ ഹസ്സാന്റെ പാട്ടാണ്, അദ്ദേഹത്തിന്റെ കവിതയാണ്. വഹസന മിൻക ലം തറ ഖത്തു ഐനി, നബിയെ അങ്ങയേക്കാൾ ഭംഗിയുള്ള ഒരാളെ എന്റെ കണ്ണുകൊണ്ട് ഇന്നുവരെ കണ്ടിട്ടില്ല. സഹാബാക്കൾ പറയുന്നുണ്ട്,
14-ാം രാവിന്റെ പൗർണമിയുടെ നിലാവിൽ മരുഭൂമിയുടെ നടുവിൽ ഹബീബ് നിൽക്കുമ്പോൾ ഞാൻ മാറി മാറി നോക്കിയിട്ടുണ്ട്. ആകാശത്ത് കാണുന്ന ആ പൗർണമിയുടെ നിലാവിനാണോ സൗന്ദര്യം കൂടുതൽ, അതല്ല എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്താണോ? എന്നിട്ട് ഞാൻ ഉറപ്പിച്ചു, ആ പൗർണമിയുടെ നിലാവിനേക്കാൾ ആസ്വാദകരമായ അനുഭൂതിയുള്ള സൗന്ദര്യം എന്റെ ഹബീബിന്റെ മുഖത്തിനാണ്. ഹബീബിനെ ഒരല്പസമയം നോക്കിക്കൊണ്ട് നിന്നാൽ സൂര്യൻ അവിടെ മുഖത്തേക്ക് ഒഴുകി ഇറങ്ങുന്നത് പോലെ സൗന്ദര്യമാണ്. സുബ്ഹാനല്ലാഹ്, സൗന്ദര്യത്തിൽ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്നത് മുഹമ്മദ് മുസ്തഫയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ സ്വഭാവമോ ഫഖൻ നബിയീന ഫീ ഖൽഖി വഫീ ഖുൽഖി വലം യുദാനുഹു ഫീ ഇൽമി വലാ അമലി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. ഈ ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാക്കി അല്ലാഹു കബൂലാക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ മഹബത്തിന്റെ യാഥാർത്ഥ്യം എന്ന് ചോദിച്ചാൽ അത് മുത്തുനബി തങ്ങളെ പിൻപറ്റ തന്നെയാണ്, അതിന് മാറ്റമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പിൻപറ്റുന്നതിനേക്കാൾ ഒരു സ്നേഹപ്രകടനം വേറെയില്ല. സഹാബാക്കൾക്ക് എല്ലാത്തിനും അപ്പുറം അത് തന്നെയായിരുന്നു. അവരുടെ ഹൃദയം കൊണ്ട് നബി തങ്ങളെ സ്നേഹിച്ചപ്പോൾ അവരുടെ ജീവിതം നബി തങ്ങളുടെ ജീവിതമായി മാറി. നമുക്കും അതിനെ കഴിയുള്ളൂ. ആദ്യം ഹൃദയം കൊണ്ട് ഹബീബിനെ സ്നേഹിക്കണം. അപ്പോൾ നമുക്ക് ഹബീബിനെ കൂടുതൽ അറിയാൻ കഴിയും. അപ്പോൾ ഹബീബിനെ കൂടുതൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതിലൂടെ മുത്തുനബിയെ നമുക്ക് കൂടുതൽ പിൻപറ്റാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.